അർജുനും ശ്രീതുവും ഭക്ഷണം കഴിക്കുമായിരുന്നു. അർജുന് ഫിസിക്കലി കുറച്ച് വയ്യായ്ക ഉള്ളത് കൊണ്ട് റൈറ്റ് ഹാൻഡ് കൊണ്ട് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഫോർക്ക് വെച്ച് കഷ്ടപ്പെട്ട് ഇങ്ങനെ കഴിക്കണ കണ്ടപ്പോൾ ശ്രീതു ചോദിച്ചു, പിച്ചിയിട്ട് തരണമാ, ഭക്ഷണം പിച്ചിയിട്ട് തരണോ എന്ന്. അപ്പോൾ അർജുൻ ഒരു നാണത്തോട് കൂടിയിട്ട് അങ്ങോട്ട് ചിരിച്ചു. അപ്പോൾ ശ്രീതു പറഞ്ഞു, വെക്കപ്പെട വേണ്ട, നാണിക്കൊന്നും വേണ്ട, വേണമെങ്കിൽ ഞാൻ ഭക്ഷണം അങ്ങനെ പിച്ചി വെച്ച് തരാം. അപ്പോൾ അർജുനാണെങ്കിൽ വേണ്ട എന്നുള്ള രീതിയിൽ തലയാട്ടി. അപ്പോൾ വീണ്ടും ചോദിച്ചു, ഞാൻ വേണമെങ്കിൽ തരാം, ഒരു പ്രശ്നമില്ല, പറഞ്ഞോ എന്നൊക്കെ ചോദിച്ചു വീണ്ടും ശ്രീതു. അപ്പോൾ അർജുൻ പറഞ്ഞു, എനിക്ക് ടെമ്പററി സൊല്യൂഷൻസ് ഒന്നും ആവശ്യമില്ല, പെർമനൻ്റ് ആണെങ്കിൽ മാത്രം മതി എന്ന്. അർജുൻ ഉദ്ദേശിച്ചത് ജീവിതകാലം മുഴുവൻ ഇങ്ങനെ ഭക്ഷണം പിച്ചി തരാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നായിരിക്കാം കേട്ടോ, ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് പറയരുത്. അങ്ങനെ പറഞ്ഞ് ചിരിച്ചു. അപ്പോൾ ശ്രീതു ആണെങ്കിൽ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ചിലതൊക്കെ ടെമ്പററി ആണ്. അപ്പോൾ അർജുൻ പറഞ്ഞു, എല്ലാം ടെമ്പററി ഒന്നുമല്ല, ചില കാര്യങ്ങളൊക്കെ പെർമനൻറ്റും ആണ് എന്ന് അർജുൻ പറഞ്ഞു. അപ്പോൾ ശ്രീതു ചോദിച്ചു, ഞാൻ ഭക്ഷണം പിച്ചിട്ട് തരുന്ന കാര്യമാണ് പറഞ്ഞത്, നിങ്ങൾ വേറെ എന്തൊക്കെയോ ആണ് പറയുന്നത് എന്ന് പറഞ്ഞിട്ട് പിന്നെ അർജുൻ ചിരിച്ചു. അർജുനും ശ്രീതുവും ചിരിച്ചു. അപ്പോൾ അർജുൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യണത് ഇഷ്ടമല്ല, എൻ്റെ പപ്പയോ അമ്മേനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യണത് എനിക്ക് ഇഷ്ടമല്ല. എനിക്ക് ബാക്കിൽ സ്റ്റിച്ചൊക്കെ ഇട്ട സമയത്ത്, ഡ്രസ്സ് ചെയ്യണ സമയത്ത് പോലും ഞാനത് അമ്മേനെയും പപ്പേനെ കൊണ്ട് പോലും ചെയ്യിക്കാതെ സ്വയമായിട്ടാണ് ചെയ്തത്. എനിക്ക് ജീവിതത്തിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു 55 വയസ്സൊക്കെ ആയാലും അതുവരെ ഉണ്ടാവുമെങ്കിൽ ആ സമയത്ത് പോലും ഡിപ്പെൻഡ് ചെയ്യരുതെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇമോഷൻസ് വേറൊരാൾ കൺട്രോൾ ചെയ്യുന്നതും എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യമാണെന്ന് അർജുൻ പറഞ്ഞിട്ട് അർജുൻ തന്നെ പറയുന്നുണ്ട്. പക്ഷേ ആ കാര്യം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അത് ഇവഞ്ച്വലി സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ചിലപ്പോൾ നമ്മൾ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമ്മുടെ ഇമോഷൻസ് ഒക്കെ വേറെ ആളുകൾ കൺട്രോൾ ചെയ്യും. പ്രണയത്തിലാകുമ്പോൾ എന്നായിരിക്കാം ഉദ്ദേശിച്ചത്. അപ്പോൾ പിന്നെ അർജുൻ പറയുന്നുണ്ട്, പക്ഷേ ഫിസിക്കലി ആരെയും ഡിപ്പെൻഡ് ചെയ്യരുതെന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ ഇത് പറയുന്നുണ്ട്, എൻ്റെ അമ്മയും അങ്ങനെ തന്നെയാണ് പറയാറ്, അമ്മയ്ക്ക് ആരെയും ഡിപ്പെൻഡ് ചെയ്യരുത് എന്ന് അമ്മ എപ്പോഴും പറയാറുണ്ട് എന്ന് പറഞ്ഞു. ഇതൊക്കെ കണ്ടിട്ട് ശ്രീധുവിൻ്റെ അമ്മ മിക്കവാറും ഇമോഷണലി ഇപ്പോൾ ഡിപ്പെൻഡൻ്റ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്തായിരുന്നാലും അർജുനും ശ്രീധുവും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഒന്നും വിട്ടു പറയുന്നില്ല. അർജുന് സ്നേഹം ഉണ്ടെങ്കിലും അത് ഇങ്ങനെ അടക്കി വെച്ചേക്കുന്ന പോലെയാണ് തോന്നുന്നത്. എന്ത് തന്നെയാണെങ്കിലും ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ നല്ല ഫ്രണ്ട്ഷിപ്പായി മാറട്ടെ, ഇനി പ്രണയമാണെങ്കിലും നല്ല പ്രണയമായി മാറട്ടെ. എന്തായാലും ഇനി കുറച്ച് ദിവസം കൂടിയേ നമുക്ക് ഈ കോംബോ കാണാനായിട്ട് പറ്റുള്ളൂ. ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അർജുൻ്റെയും ശ്രീധുവിൻ്റെയും ഫാൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.